എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ഡ്രോയിങ് കാണിക്കുന്നു. അതിൻ്റെ അകത്ത് കുട്ടപ്പനാവട്ടെ ആ ഒരു ചുന്ദരി പെണ്ണിനെ ഇപ്പൊ തൂക്കിയെടുത്ത് എവിടേക്കോ കൊണ്ടുപോകുന്നതായിട്ടാണ് ഇപ്പൊ വരച്ചു വെച്ചിരിക്കുക. കട്ട് ചെയ്താ ഇപ്പൊ അതുപോലെ തന്നെ ആ ഒരു ചുന്ദരി പെണ്ണിനെയും തോളിലേറ്റി ഇപ്പൊ കുട്ടപ്പനാവട്ടെ കാട്ടിലൂടെ നടന്നു പോവാണ്. അവിടുന്ന് അവനങ്ങനെ നടന്നുകൊണ്ട് വീണ്ടും വീണ്ടും തേർഡ് ഹോക്കാകെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കും. കുട്ടപ്പന്റെ തൊട്ടു പുറകിലായിട്ട് ഇപ്പൊ സാക്കുറ ആവട്ടെ കുറേണയുമായിട്ട് നടന്നു വരുന്നുണ്ട്. അതിന്റെയും പുറകിലായിട്ട് നമ്മുടെ 3 സ്വത്തുമണികളും ഇവരെല്ലാവരും ഇപ്പൊ ലീഫ് വില്ലേജിനെ ലക്ഷ്യമാക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ലീഫ് വില്ലേജിന് മുൻപിലെത്തുമ്പോ അവർ ലീഫ് വില്ലേജിന്റെ അവസ്ഥ കണ്ട് ഇപ്പൊ ഞെട്ടിപ്പോവും. കാരണം ലീഫ് വില്ലേജ് അത് തകർന്ന് തരിപ്പണായിട്ട് കിടക്കാണ്. എന്തോ വലിയൊരു യുദ്ധം കഴിഞ്ഞതുപോലെയാണ് ഇപ്പൊ കാണപ്പെടുന്നത്. നമ്മുടെ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. അവര് പതിയെ പതിയെ ഇപ്പൊ ലീഫ് വില്ലേജിലേക്ക് കടന്നു വരും. അവര് പേടിച്ചു വരച്ച് ഇപ്പൊ ചുറ്റും നോക്കും. പക്ഷെ അവിടെ എവിടെയും ആരും തന്നെ കാണാൻ കഴിയില്ല. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആരോ ഒരാള് ഇപ്പൊ കുട്ടപ്പനും ടീംസും അവിടേക്ക് കടന്നു വരുന്നതായിട്ട് ഒരു ഡ്രോയിങ് വരച്ചുകൊണ്ട് നിൽക്കും. അക്കമൊരു പട്ടുകുട്ടി ആവട്ടെ അവിടേക്ക് വന്ന് ഒരുപാട് നേരം സ്മെല്ല് ചെയ്യുമെങ്കിലും പുറത്തുനിന്ന് ആരും വന്നതായിട്ട് അവനെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. കുട്ടപ്പൻ പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ എത്തിക്കണം, എന്നിട്ട് തിരിച്ചു വന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അന്വേഷിക്കാന്ന് ഇപ്പൊ എല്ലാവരോടുമായിട്ട് പറയും. അവരുടനെ ഇപ്പൊ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം സാക്കുറ ആവട്ടെ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാൻ തുടങ്ങും. അതേസമയം കിബയും കൂട്ടരും ആവട്ടെ ഇപ്പൊ പുറത്തേക്കിറങ്ങി ഗ്രാമത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങും. ഇവർ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ വേറെ ഏതോ ഒരാള് പുറത്തിരുന്ന് ഡ്രോയിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഗ്രാമം കണ്ട് ഇപ്പൊ കിബ പറയും, ഇവിടെ എവിടെയും ഒരു രക്തത്തിന്റെ മണം പോലും അടിക്കുന്നില്ല. പിന്നെങ്ങനെ ഗ്രാമത്തിന് ഇത്രയും വലിയൊരു തകർച്ച സംഭവിച്ചു എന്ന് കരുതി വണ്ടറടിച്ചിരിക്കുകയാണ് ഇപ്പൊ കിബയും അവന്റെ ഫ്രണ്ട്സും. കിബയും കൂട്ടരും ഇപ്പൊ ഗ്രാമത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന നേരം നമ്മുടെ കുറേണെ ആവട്ടെ അവൾ നിലവിളിച്ചു പറയും, 30 മിനിറ്റ് കൂടുതൽ ആരും തന്നെ ഗ്രാമത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. അഥവാ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ തിരികെ വരണമെന്ന് അവളിപ്പോ വിളിച്ചു പറയും. അപ്പൊ അവള് ഇപ്പൊ വീണ്ടും ഓർഡറും അഡ്വൈസും തരുന്ന കാണുമ്പോ നമ്മുടെ കിബയ്ക്ക് അവൾ ഇപ്പോഴും അവരുടെ മാസ്റ്ററായിട്ട് ഇൻസ്ട്രക്ഷൻ തരികയാണെന്ന് അവർക്ക് മനസ്സിലാവുക. ഇവിടെ കുട്ടപ്പനും സാക്കുറ ആവട്ടെ ഇപ്പൊ മെഡിസിൻസ് എടുക്കാൻ വേണ്ടി മുമ്പോട്ട് നടന്നു വരുമ്പോ അവിടെ എല്ലാം തന്നെ ഇടിഞ്ഞ് തകർന്നു കിടക്കുന്നതായിട്ട് അവര് കാണും. അവരങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോ ഇപ്പൊ ആരും അവരുടെ മുൻപിലൂടെ ഓടിപ്പോകുന്നതായിട്ട് അവർക്ക് തോന്നും. നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ ആ നിഴലിനെ പുറകെ ഓടുമ്പോ അവര് കാണും അതേ അപ്പൂപ്പൻ ആളെങ്ങോട്ടോ ഇപ്പൊ വളരെ സ്പീഡില് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി കിളവനെ വെട്ടിത്തിരിപ്പിച്ച് അങ്ങനെ മടക്കി ലോക്ക് ചെയ്ത് കുട്ടപ്പന്റെ ക്ലൗൺസിനെ എല്ലാം തന്നെ ഇപ്പൊ പുറത്തെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ എന്താ അവനെ കൊണ്ട് അതിന് സാധിക്കില്ല. അപ്പൊ ആ ഒരു കിളവൻ പറയും, ഇത് ഫൈറ്റ് ചെയ്യേണ്ട സമയമല്ല, നീ ഒരു സെക്കൻഡ് ഞാൻ പറയുന്നത് കേൾക്കാൻ പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഒരു കത്തി വലിച്ചെറിഞ്ഞ്, നീ എന്തിനാണ് ഇപ്പൊ സ്വന്തം ക്ലാനിലുള്ള ആ ഒരു പെൺകുട്ടിയെ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്ന് ഇപ്പൊ അപ്പൂപ്പനോട് ചോദിക്കും. അതിന് അപ്പൂപ്പനാവട്ടെ കുട്ടപ്പൻ എറിഞ്ഞ ആ ഒരു കത്തി തട്ടി മാറ്റി, നീ ഇപ്പൊ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീയും ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇപ്പൊ തന്നെ മരിച്ചു പോവും. അപ്പൊ അതേ സമയത്ത് നമ്മുടെ കിബയും ബാക്കി ടീംസും ആവട്ടെ ഇപ്പൊ ഹൊക്കാഗയുടെ മാൻഷന്റെ മുൻപില് അങ്ങനെ വന്നു നിൽക്കും. അവരങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇപ്പൊ വീണ്ടും പുറകിലിരുന്ന് ആരോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹൊക്കാഗയുടെ മാൻഷൻ ആവട്ടെ അത് വീണ്ടും കത്തി നശിക്കുന്നതായിട്ട് നമ്മുടെ ആൾക്കാർ കാണും. അപ്പൊ പതിയൊരു കാറ്റടിക്കും. ആ കാറ്റടിക്കുമ്പോ ഇപ്പൊ അവർക്കെല്ലാവർക്കും രക്തത്തിന്റെ മണം കിട്ടും. എന്നിട്ട് അവളുടെ വ്യാഹു കണ്ണുപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ചുറ്റും ചെക്ക് ചെയ്യാൻ ആരംഭിക്കും. അതേ സമയത്ത് കിബയും അക്കമരും ആവട്ടെ സ്മെല്ല് ചെയ്ത് അടുത്ത് ആരെങ്കിലും ഉണ്ടോന്ന് ഇപ്പൊ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പൊ ഷിനോയ്ക്ക് മാത്രം അവന്റെ ഈച്ചകള് എന്തോ ഒരു സിഗ്നൽ കൊടുക്കുന്നതായിട്ട് കറക്റ്റായിട്ട് പിടികിട്ടും. ഷിനോ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഹിനട്ടയോടും കിബയോടും അക്കമരുവിനോടും അവരുടെ പവർ അത് ഉപയോഗിക്കാൻ പാടില്ല, നമ്മളിപ്പോ ഏതോ ഒരു ഗെഞ്ചിപ്സുവില് പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവരോട് 3 പേരോടും പറയും. ഇവിടെ അപ്പാപ്പൻ കുട്ടപ്പനോട് പറയും, ഇതെല്ലാം തന്നെ അവള് കാരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ ഗെഞ്ചിപ്സുവിന്റെ പവർ അത് കൂടുതലായിട്ട് ഇപ്പൊ ഗ്രാമം തന്നെ അതിൽ പെട്ടുപോയിരിക്കുകയാണ്. ഉടനെ അവൻ ഞെട്ടി എഴുന്നേക്കും. ഇവനെങ്ങനെ ഇതൊക്കെ മനസ്സിലായി? ഗെഞ്ചിപ്സു കൊണ്ട് എങ്ങനെയാണ് ഒരു ഗ്രാമം തന്നെ ലോക്ക് ചെയ്യുന്നത് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കാൻ തുടങ്ങും. ഇവിടെ ഷിനോ പറയും, എനിക്ക് കാര്യം പിടികിട്ടി, നമ്മളെല്ലാവരും ഇപ്പൊ ഗെഞ്ചിപ്സുവിലാണ്. നമ്മൾ നിൽക്കുന്ന മണ്ണ് മുതല് മേലെയുള്ള ആകാശം വരെ ഇപ്പൊ ഗെഞ്ചിപ്സുവില് പെട്ടുകിടക്കാണ്. നമ്മുടെ ബ്രെയിനില് ഒരു പ്രത്യേക ഇലക്ട്രിക് സിഗ്നല് അത് പാസ്സാവും. അപ്പോഴായിരിക്കും നമ്മളെല്ലാവരും
ഇത്തരത്തിലുള്ള ഗെഞ്ചിപ്സുല് പെട്ടുപോവുക. പക്ഷെ ഈച്ചകൾക്ക് അവരുടെ ബ്രെയിന് വളരെ ഷാർപ്പാണ്. അതുകൊണ്ട് അവരൊരിക്കലും ഇത്തരത്തിലുള്ള ഇല്യൂഷനിൽ ഒരിക്കലും പെട്ടുപോവില്ല. അപ്പൂപ്പൻ ഇവിടെ അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കുട്ടപ്പന് പറഞ്ഞു കൊടുക്കും. അവൾ ഈസി ആയിട്ട് മനുഷ്യരുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്ത് എല്ലാവരെയും ഇപ്പൊ ഗെഞ്ചിപ്സുവില് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ അപ്പൂപ്പൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ കുട്ടപ്പന് മനസ്സിലാവും അവൻ ആദ്യം കണ്ട ആ ഒരു ഹൊക്കാഗയുടെ മാൻഷൻ തകരുന്ന ആ ഒരു സീന് അതും അവൾ ഗെഞ്ചിപ്സുവിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒന്നാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഷിനോയും കിബയും ഹിനട്ടക്കുട്ടപ്പി ആവട്ടെ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ അപ്പൊ അവരുടെ മുൻപിലായിട്ട് ഹൊക്കാഗയുടെ ആ ഒരു മാൻഷൻ അങ്ങനെ തകർന്ന് താഴെ വീഴും. അതിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ വലിയൊരു പാമ്പ് പുറത്തേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഇടിച്ച് തെറിപ്പിച്ച് ഇപ്പൊ ദൂരത്തേക്കിടും. ഇവിടെ സാക്കുറ ആവട്ടെ ഇപ്പൊ തിരിച്ചെത്തി കുറേണയും ആ ഒരു ചുന്ദരി പെണ്ണിനെ നോക്കുമ്പോ അവരെ രണ്ടുപേരെയും അവിടെ കാണില്ല. മറിച്ച് വലിയൊരു ബ്ലാക്ക് ഹോൾ മാത്രമായിരിക്കും ആ റൂമിൽ അവർ കാണുക. ഇവിടെ കുട്ടപ്പന് കൺഫ്യൂഷനായിട്ട് ഒരു പക്ഷേ ഇവള് നമ്മുടെ ഗ്രാമം നശിപ്പിക്കുന്നതിന് മുൻപ് ഇവളെ നശിപ്പിച്ചു കളയാനായിരിക്കാം തേർഡ് ഹൊക്കാഗെ കുറേണയോട് പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ കുറേണ ആവട്ടെ സാക്കുറയുടെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ അടുത്ത് ആ ഒരു ചുന്ദരി പെണ്ണിനെ ഇപ്പൊ കാണാനുണ്ടാവില്ല. അവള് ചുറ്റും നോക്കി ഇപ്പൊ പുറത്തേക്ക് നോക്കുമ്പോ എന്തോ ഒരു കാര്യം കണ്ട് ഷോക്കായിട്ട് നിൽക്കും. ഇവിടെ കുട്ടപ്പൻ പറയും ആ ഒരു ചുന്ദരി പെണ്ണ് ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല. ഇതിന്റെ പുറകിൽ മറ്റാരോ ആണെന്ന് പറയുമ്പോ അപ്പാപ്പനാവട്ടെ കുട്ടപ്പനോട് പറയും ഞങ്ങളുടെ ക്ലാനില് ഓരോ ജനറേഷനിലും വളരെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തർ ജനിക്കും. അങ്ങനെ ഈ ജനറേഷനിൽ ജനിച്ച ആ ഒരു വ്യത്യസ്തയായ പെൺകുട്ടിയാണ് നമ്മുടെ ചുന്ദരി പെണ്ണ്. അവൾക്ക് പോലും അവളുടെ പവർ എന്താണെന്ന് കറക്റ്റായിട്ടും അറിയില്ല. മാത്രമല്ല അവളെ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനും കഴിയില്ല. അപ്പൊ അവരുടെ പുറകിലായിട്ട് എന്തോ വലിയൊരു വെളിച്ചം കണ്ട് കുട്ടപ്പനാവട്ടെ അതിന് നേരെ ഓടാനായിട്ട് തുടങ്ങും. അപ്പൂപ്പം വേണ്ട വേണ്ടെന്ന് പറയും. അപ്പോഴേക്കും കുട്ടപ്പനാവട്ടെ ആ ഡോർ തുറന്ന് ഇപ്പൊ താഴേക്ക് നോക്കും. അവിടെ മുഴുവനായിട്ടും ഇപ്പൊ ലാർവ കയറി വരുന്ന കണ്ട് കുട്ടപ്പൻ വണ്ടടിക്കുമ്പോ അപ്പാപ്പനും അവിടേക്ക് ഓടി വരും. അപ്പാപ്പൻ പറയും ഇതൊരു ഇല്യൂഷൻ ആണെങ്കിലും തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് വീണു പോയാല് യഥാർത്ഥത്തില് ലാർവയിൽ വീഴുന്ന അതേ റിയാക്ഷൻ തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാവുക. മാത്രമല്ല അവളുടെ ഉള്ളില് ഇപ്പൊ വലിയൊരു മോൺസ്റ്റർ ഉണ്ട്. അതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ കുട്ടപ്പൻ അങ്ങനെ ഞെട്ടിപ്പോവും. കാരണം വീണ്ടും ഒരു മോൺസ്റ്ററിനെ കൂടെ നേരിടാൻ അവനെ കൊണ്ട് കഴിയുമെന്ന് ഇപ്പൊ കുട്ടപ്പന് പോലും അറിയില്ല. അപ്പാപ്പൻ പറയും ദിവസങ്ങൾ കഴിയുന്നതിന് ആ ഒരു മോൺസ്റ്റർ അത് വളർന്നു കൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു മോൺസ്റ്റർ ചുന്ദരി പെണ്ണിനെ കൺട്രോൾ ചെയ്ത് ഈ ലോകം തന്നെ നശിപ്പിച്ചു കളയും. അതുണ്ടാവാതിരിക്കാനാണ് തേർഡ് ഹൊക്കാഗയും കുറേണയും ചേർന്ന് അവളുടെ പവർ എല്ലാം തന്നെ സീൽ ചെയ്ത് കളഞ്ഞത്. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും അവന്റെ ബോഡിയിൽ ഉള്ളതുപോലെ തന്നെ ഒരു മോൺസ്റ്റർ ഇപ്പൊ അവളുടെ ബോഡിയിലുണ്ട്. എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൻ തിരിയുമ്പോ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു വാലറ്റ് ആ ഒരു ലാവയിലേക്ക് അങ്ങനെ വീഴും. അതെടുക്കാനായി കുട്ടപ്പൻ തിരിയുമ്പോ അപ്പാപ്പനാവട്ടെ ഇപ്പൊ കറക്റ്റായിട്ട് കുട്ടപ്പനെ രക്ഷിക്കും. അതിന് കുട്ടപ്പൻ ചോദിക്കും ഇങ്ങനെ നിന്നാ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അപ്പാപ്പൻ പറയും അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ 5 സെൻസും അത് കൺട്രോൾ ചെയ്ത് ഈ ഒരു തീയിലേക്ക് എടുത്തു ചാടണം. എങ്കിലും മാത്രമേ ഈ ഒരു ഗെഞ്ചിപ്സുവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് അപ്പൂപ്പനാവട്ടെ കുട്ടപ്പനെ മയക്കിക്കിടത്തി അവനെ തൂക്കിയെടുത്ത് ആ ലാർവയിലേക്ക് എടുത്തു ചാടും. കുട്ടപ്പന് ബോധം വരുമ്പോ ശരീരം മുഴുവൻ ഒരുപാട് പരുക്കുപറ്റി അപ്പാപ്പനാവട്ടെ ഇപ്പൊ ദൂരത്ത് കിടക്കുന്നതായിട്ട് കാണും. അപ്പാപ്പൻ പറയും നിങ്ങൾ അവളെ ആ ഒരു കോട്ടയിൽ നിന്ന് ഇപ്പൊ പുറത്തു കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ തെറ്റായി പോയത്. അവളെ എങ്ങനെയെങ്കിലും തടഞ്ഞില്ലെങ്കിൽ അത് വലിയ ആപത്താണെന്ന് പറയുമ്പോ കുട്ടപ്പൻ കാണും ഷിനോ, സാക്കുറ, കിബ അങ്ങനെ എല്ലാവരും ഇപ്പൊ അവന്റെ തൊട്ടടുത്തായിട്ട് ബോധം കെട്ട് കിടക്കുന്നത്. കുട്ടപ്പൻ എല്ലാവരും എഴുന്നേപ്പിച്ചിട്ട് ഇപ്പൊ സാക്കുറയോട് അപ്പാപ്പനെ നോക്കാൻ പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചുന്ദരിപ്പെണ്ണിനെ തടയാൻ അവളുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങും. ഇവിടെ ചുന്ദരിപ്പെണ്ണാവട്ടെ ഇപ്പൊ ഹായ് ആയിട്ടിരുന്ന് ഒരുപാട് ചിത്രം വരയ്ക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് അത് കണ്ട് ഷോക്കായിട്ട് കുർണ അവിടേക്ക് കയറി വരും. കുർണ ഉടനെ എന്റെ പിള്ളേര് അവരവിടെ, നീ അവരെ എന്തെങ്കിലും ചെയ്തോ എന്ന് അവളോട് ചോദിക്കും. നിനക്ക് പകയുള്ളത് അതെന്നോട് മാത്രമല്ലേ, ദയവ് ചെയ്ത് മറ്റുള്ളവരോട് അത് കാണിക്കരുത്. അതിനാ ചുന്ദരി പെണ്ണ് പറയും എനിക്ക് പകയുള്ളത് നിന്നോട് മാത്രമല്ല ഈ ലീഫ് വില്ലേജിനോട് മുഴുവനായിട്ടുമാണ്.
ചുന്ദരിപ്പെണ്ണ് ഉടനെ അവളുടെ ബ്രഷ് എടുത്ത് ഇപ്പൊ കുറുനയുടെ ചിത്രം അത് വരയ്ക്കാൻ തുടങ്ങും. എന്നിട്ട് ഏതോ ഒരു കളർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ കുറുനയെ അവള് പാതി മറയ്ക്കാൻ തുടങ്ങും. ചുന്ദരിപ്പെണ്ണ് അവള് ദേഷ്യം കൊണ്ട് ഇപ്പൊ നിലവിളിച്ചു പറയും, എന്റെ അച്ഛനെയും അമ്മയും കൊന്നവര് അവരാരാണ്? എന്റെ പാരന്റ്സിനെയും ക്ലാനിനെയും ഒക്കെ നശിപ്പിച്ചത് ആ തേർഡ് ഹൊക്കാഗെയാണ്. തീർച്ചയായിട്ടും ഈ ലീഫ് വില്ലേജിലെ ആരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോ കുറേനയ്ക്ക് മനസ്സിലാവും ഇതൊക്കെ തന്നെ പറയുന്നത് ആ ചുന്ദരിപ്പെണ്ണല്ല, മറിച്ച് അവളുടെ ഉള്ളിലുള്ള ആ ഒരു ഭീമൻ മോൺസ്റ്റർ ആണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ മൈഗൈ ആളാവട്ടെ ഇപ്പൊ ആരെയും മൈൻഡ് ചെയ്യാതെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് ആരൊക്കെയോ 3 പേര് ഓടി വരുന്ന കണ്ട മൈഗൈ ആവട്ടെ അവരെ ഇട്ടിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ഓടി അടുക്കും. അതാരാ നോക്കിയാല് ഗെഞ്ചിപ്സൂല് കുടുങ്ങിപ്പോയ മെഡിക്കൽ ടീംസിലെ ആ 3 പേര്. മൈഗൈ അവരോട് ഇപ്പൊ ക്യാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടപ്പനും ടീംസും ആവട്ടെ ഇപ്പൊ ഓടി വരും. മൈഗൈ അവരെ കണ്ട് എന്താ എന്തു പറ്റിയെന്ന് വിളിച്ചു ചോദിക്കുമെങ്കിലും അവരാവട്ടെ ഒന്നുമില്ലാന്ന് പറഞ്ഞ് ആ ഒരു മെഡിക്കൽ റൂമിലേക്ക് ഇപ്പൊ ഓടി അടുക്കും. ഇവയാവട്ടെ ഇപ്പൊ കുറിനെ അന്വേഷിച്ച് റൂമിന്റെ അകത്തേക്ക് കയറുമ്പോ ആ ചുന്ദരി പെണ്ണ് അവള് ഹായ് ആയിട്ടിരുന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ എല്ലാവരുടെയും ചിത്രം വരച്ച് അതിന്റെ മുകളിൽ മുഴുവനായിട്ടും ഇപ്പൊ പെയിന്റ് അടിച്ചു വിടാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പൻ പുറകെ വന്ന് ഇപ്പൊ കിബയെ വിളിക്കുമ്പോ കിബയാവട്ടെ അവൻ മുഴുവനായിട്ട് ഇപ്പൊ തീയിൽ പെട്ടുപോയി അലറാൻ തുടങ്ങും. കുട്ടപ്പൻ അതുകൊണ്ട് പേടിച്ച് കണ്ണ് തള്ളി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.